തെണ്ടി, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? നീ എന്തിനാണ് ജീവിക്കുന്നത്? പോയി മരിക്കണം. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോ? പരമച്ചെറ്റ നാറ്. എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. എന്താണ് ശണ്ടൻ പരമച്ചെറ്റൻ പരം. നേരം വെളുത്തില്ല, അതിന് മുമ്പ് ഈ പറഞ്ഞ പട്ടിയേറി വന്നോളൂ. ഇതൊരു മോങ്ങല ഇത്. പുല്ലിനെ ഒന്ന് കൊന്നുകളയാനും ആയില്ലേ ഇവിടെ? ഇയാളായിരുന്നോ? എന്താ രാവിലെ ആയിരുന്നു മോങ്ങുന്നത്? ഞാൻ വിചാരിച്ചല്ലേ പറഞ്ഞ പട്ടിയായിരിക്കും. ആ, രണ്ടും ഒന്ന് തന്നെ. ഞാൻ മോങ്ങാൻ വേണ്ടിട്ട് പോ മനുഷ്യ. തങ്കമ്മേ, ആ നാഗസൈരേന്ദ്രൻ ദേവി എന്നെ ശപിച്ചടി. ആ, കണക്കായി പോയി. അനുഭവിച്ചോ തങ്കമ്മേ? എന്താന്ന് തങ്കമ്മ, നിങ്ങളാ ദേവിയുടെ ആശ്രമം പൊട്ടിക്കാൻ കുറെ നടന്നേല്ലേ? എന്നിട്ട് വലിഞ്ഞേറി ചെന്നേക്കുന്ന നാണമില്ലാതെ പണം പിരിക്കാൻ വല്ല എളുപ്പമുണ്ടോ മനുഷ്യ നിങ്ങക്ക്? അതങ്ങനെ ആ തൊലിഞ്ഞ രായമ്പിള്ളയായിട്ടില്ലേ കൂട്ട്? പിന്നെ എങ്ങനെയാണ് നന്നാവാനാ? തങ്കമ്മേ, വഴക്ക് പറയാതടി. വഴക്കല്ല പറയേണ്ടത്, ഇവിടെ തലകൊണ്ടേ തട്ടി പൊട്ടിക്കേണ്ടത്. ആ രമേശനെയും രായനെയും ഞാൻ കാണട്ട്. അവരുമായിട്ടുള്ള എല്ലാ കൂട്ടും അവസാനിപ്പിച്ചോണം. തങ്കമ്മേ, ഞാൻ അവന്മാരോട്ടുള്ള എല്ലാ കമ്പനിയും നിർത്തിയിടി. ആ, അങ്ങനെയാണ് ഇയാൾക്ക് കൊള്ളാം. തങ്കമ്മേ മോളെ, അരക്കലത്തിരിക്കണ 100 രൂപ താടി അത്യാവശ്യമുണ്ടടി. അരിക്കലത്തിലെങ്ങാനും കൈവച്ച ആ കൈ ഞാൻ വെട്ടും. കറണ്ട് കയറി കളിക്കാൻ വെച്ചേക്കുന്ന കാശാ. നോക്ക്, എനിക്കൊരു നല്ല ചെരുപ്പ് പോലും ഇല്ല. മാറും കിട്ടും. അരിക്കലത്തിരിക്കുന്ന കാശിന് വന്നേക്കുന്നു. ഒരു പണിക്കും പോകത്തില്ല, കുടുംബം നോക്കത്തില്ല, നാണയില്ലാത്ത നാറി. അണ്ടന്റെ അടകോടന്റെ ഒക്കെ കൂടെ വളർന്ന് കടവും വരുത്തി വെച്ചിട്ട് നടക്കുന്ന നാറി. ഇറങ്ങി പൊക്കോണം എന്റെ വീട്ടിൽ നിന്ന്. തങ്കം മോളെ, ആ ഷർട്ടിങ് എടുത്ത് ആടി. എവിടെ തള്ളിക്കേറി പോന്ന്? അല്ലടി, എന്റെ ഷർട്ട് എടുക്കട്ടെ. ആ, അവിടെ ഇല്ലേ, ഷർട്ടൊക്കെ ഞാൻ തരാം. എന്നാ കോപ്പ് കണ്ടടന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ കയറാൻ വന്നേക്കുന്നു നാറി. പിന്നെ മേറ്റായ പിന്നെ ഇവള് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ലല്ലോ. പണി കൊണ്ട് കൊടുക്കാം. എന്റെ ഓല ഇവിടെ കിടക്കുന്നുണ്ട്. എന്റെ കാലിലിടാനാണ് അവിടെ ഓല ഇരിക്കുന്നത്. നീ പറമ്പിലാണ് പോയി നോക്കണം. ഓലക്കള്ള നീ ഓ, മാരണങ്ങൾ ഓരോന്നേ കയറി വന്നോളൂ. അറിയത്തില്ല. എന്താണ് അങ്കപ്പ ഷർട്ട് കൈ പിടിച്ചോണ്ടാണ് അവിടെ നടക്കുന്നത്? ഓ, ഇത് കിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ കാര്യം പറയടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കടാ. ആ, ഉണ്ടാക്കി. നിങ്ങളോട് നടന്നപ്പോ വീട്ടിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതാണ്ടേ, നിങ്ങളോട് നടന്നാലേ ഇനി മണ്ടയടിച്ച് വിളിക്കുമെന്നാ തങ്കമ്മ പറഞ്ഞേക്കുന്നത്. തങ്കമ്മേ, നീ വിഷമിക്കണടാ തങ്കപ്പ. അവക്കിട്ട് നമുക്കൊരു പണി കൊടുക്കാടാ. അവള് തൊഴിലുറപ്പിന്റെ മേറ്റായ പിന്നെ എന്നെ ഒരു വിലയിലെണ്ണ. ഞാൻ പറയണൊന്നും കേൾക്കത്തുമില്ല അവള്. അല്ലേ പണ്ട് ഭയങ്കര വിലയായിരുന്നു. ഓ, ആ നാഗസൈരേന്ദ്രയുടെ ആശ്രമത്തിൽ പോകണ്ടായിരുന്നു അണ്ണ. അവരിന് വല്ല കൂടോത്രം വല്ല ചെയ്യുമെന്തോ. ആ, അതിന് സാധ്യതയുണ്ട്. നിന്നെയൊക്കെ അവര് കൂടുമാത്രം ചെയ്ത് പട്ടികളാക്കി കളയും. സൂക്ഷിച്ചോ. മനുഷ്യരാണ് അണ്ണാ, ഈ കൂടോത്രമൊക്കെ ഏൽക്കുവണ്ണ. അതല്ലേടാ ഞാൻ അങ്ങോട്ട് കയറി വരാഞ്ഞത്. അതെ, നിങ്ങളാളെ മിടുക്കന. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങളെ മുങ്ങി. തങ്കപ്പ, നീ അല്ലാതെ ആരെങ്കിലും ഇയാൾ പറയുന്ന വാക്കും കേട്ട് ഇറങ്ങി തരുമോ? അതും ആ ആശ്രമത്തിൽ പറ്റിപ്പോയാണ്. അങ്ങനെ പറയരുത്. ഞാൻ പുറകെ തന്നെ ഇല്ലായിരുന്നു. ആ, അതെല്ലാം പോട്ടെ. കാര്യോടാ, അടുപ്പത്തിലൊരു ചായ എണ്ണ. വീട്ടിൽ നിന്നത് കിട്ടിയില്ല.
രാജീവ് എനിക്കൂടെ കടുപ്പ് തരൂ ചായയുടെ. ചായ ഇല്ല. ചായ ഇല്ലെന്നോ? അതെന്താ എന്താ രാജീവ് ചായ ഇല്ലാത്തത്? ചായ ഇല്ല എന്ന് പറഞ്ഞാൽ ചായ ഇല്ല. അതെന്ത് പറച്ചില്ല രാജീവ്? രായൻപിള്ളേ, നിങ്ങളുടെ എച്ച് ക്ലാസ് കഴിയുമ്പോൾ ഞാനിവിടെ കുത്തിയിരിക്കുന്നത് ഒന്നും കിട്ടാനല്ല. എന്റെ വീട്ടില് ഈ പോകാനാ കടം തിരക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. കാശ് തരാണ, ചായ വേണം. നോക്ക്, ഈ ബുക്ക് മുഴുവൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പറ്റുകാശാണ്. ഇത് കടം തരില്ല. എടാ അങ്ങപ്പാ, ഇലക്ഷൻ അന്ന് തരാമെന്ന് പറഞ്ഞല്ലേ നീ നിന്റെ കൂടെ നടന്നവന്മാരെ കയറി ഇറങ്ങി തിന്നത്. എന്നിട്ട് 10 പൈസ നീ തന്നോടാ. ഇലക്ഷനും കഴിഞ്ഞു, റിസൾട്ടും വന്നു. അത് പിന്നെ കുടിച്ചതും കഴിച്ചതും പോരാഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ചിട്ട് വേറെ കാശ് തന്നിട്ട് പോന്നങ്ങപ്പാ. തങ്കപ്പ, പുത്തമ്പരകെ ശേഖരം തന്ന കാശ് നീ എന്തോ ചെയ്തടാ? നീ കാശ് ഇവിടെ കൊടുത്തില്ലയോ? അത് പിന്നെ ശേഖരം തന്ന കാശ് നമ്മൾ രണ്ടുപേരുടെ പലരുടെ നിന്ന് വാങ്ങിച്ച കാശ് പോലെ നിന്റെ തന്നെ ആയിരുന്നല്ലോ. ആ കാശ് എവിടാ തങ്കപ്പ? രായണ്ണ, അന്നയുടെ അടുത്ത് ഞാൻ അത് പറയാൻ വിട്ടു വേണ. ഞാൻ ആ പൈസയൊക്കെ പലിശയ്ക്ക് കൊടുക്കും. പലിശയ്ക്കോ? ആ പലിശയ്ക്ക് ഉടനെ തന്നെ മുതലും പലിശയും കൂടെ നല്ലൊരു തുക നമുക്ക് കിട്ടണം. നീ എന്തൊക്കെയാടാ തങ്കപ്പ ഈ പറയുന്നത്? ആർക്കാടാ നീ പൈസ കൊടുത്തത്? അണ്ണാ, ശേഖരന്റെ നിന്ന് കിട്ടിയ കാശെല്ലാം ചേർത്ത് ഞാൻ രമേശിന്റെ പലിശയ്ക്ക് കൊടുത്തണ്ണ. ഉടനെ തന്നെ കിട്ടും. ഇലക്ഷൻ വർക്കിന് പൈസ എടുത്ത് നീ പലിശയ്ക്ക് കൊടുത്തു. നീ വലിയവനാടാ തങ്കപ്പ. പുത്തമ്പരക്കെ ശേഖരനേക്കാളും വലിയവൻ. എന്നോട് ഇത് വേണ്ടായിരുന്നടാ. എടാ എന്റെ വീതെങ്കിലും താഴെ തങ്കപ്പ. നിന്നെയൊക്കെ വിറ്റ് തിന്നവനാണ് രമേശൻ, ഓർത്തോ? എടാ കാശിന്റെ കാര്യത്തിൽ രമേശൻ പണ്ടേ ആളുമ്പാടാ. കാശ് കൊടുക്കുന്നതിന് ഇപ്പൊ എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നു നിനക്ക്? അണ്ണ കാശ് കിട്ടണ ഉറപ്പ്. കിട്ടുമ്പോ വീതമല്ല, പാതി പൈസ ഞാൻ തരും. പാതി? എടാ അതിന് രമേശന് ഇപ്പൊ എവിടെടാ? അത് ശരിയാ. ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. നന്നായി. അയ്യോണ പാല് ഒന്നുമില്ല. രാജീവണ്ണ, എന്തായാലും ചായ കാണണം. കാശ് ഞാൻ തരാം. തങ്കപ്പ ചായക്ക് വേണ്ടിയാണ് ഇരിക്കേണ്ട. നിങ്ങൾ പൊക്കോ. കട ഞാൻ തരത്തില്ല. കട്ട കാപ്പിയെങ്കിലും താണ. ചൂട് വെള്ളം ഞാൻ തരത്തില്ല. രാജീവണ്ണ, ഓരോ ചായയല്ലേ കൊടുത്തേര്. ഞാൻ പൈസ തരാം. 20 രൂപയുണ്ട് ചായ വിടണം. പണിയുണ്ട്. പോട്ടെണ്ണ, പോട്ടെണ്ണ. നീയൊക്കെ ഇത്രയും ദ്രോഹിച്ചിട്ടും അവനെ കണ്ടു പഠിക്കണം. ഇയാൾ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. ചായയുടെ കാശ് കിട്ടില്ലേ? ഞങ്ങൾ രണ്ടുപേർക്കും ചായതാ. തങ്കപ്പ, രമേശ് എവിടാന്നാടാ നീ പറഞ്ഞേ? മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജെങ്കിൽ മെഡിക്കൽ കോളേജ്. അവനെ നമുക്ക് പൊക്കണോടാ. എന്നാ ചായ കൂടി. ബസ് സ്റ്റാൻഡ് ഇറങ്ങണ. അയ്യോ എടാ, ഇനി ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി ഇട്ടുകൂടാ? തങ്കപ്പ, ഇവിടെ എന്തോടാ ഒരാൾക്കൂട്ടം? ശരിയാ. എടാ ആ ഓലവനുണ്ടല്ലോടാ. ആർക്കറിയാം, എവിടെ പോയാലും ഇവനൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞാണ് ടൗണിൽ നല്ല ഓല ഇട്ട് വന്നു. അത് പിറക്കാൻ വന്നായിരിക്കൂടാ. അവൻ കാണാതെ ഇതിലേ അങ്ങ് പോവാം. നമ്മുടെ ഗുണശേഖരനുണ്ടല്ലോടാ. രമേശ് അല്ലേ എന്നത്? അതെ തന്നെ. ഇത് നമ്മുടെ സൂര്യന്റെ ഫോട്ടോ അല്ലേ എണ്ണ? ഇവന്റെ ഇവർക്ക് എപ്പോഴാണ് തയ്യാറിലായത്? അതാ ഞാനും ആലോചിക്കുന്ന. രാവിലെ കൂടെ അവനെ ഞാൻ കണ്ടതില്ലയോ? ഇതിലെന്തോ ഉടായിപ്പുണ്ടെന്ന നമുക്കൊന്ന് ചോദിച്ചാലാ? ഇപ്പം വേണ്ടടാ. നീ ഒരു കാര്യം ചെയ്യാ, സുഖേനെ വിളിക്കും. നമുക്ക് കാര്യം അറിയാലോ. കിട്ടില്ലെന്നോ? നീ എന്ത് ചെയ്യും? ആ ഒരു കാര്യം ചെയ്യും. നീയേ ആ ബിജുവിനെ സുനിലിനെ ഒന്ന് വിളിക്കും. അത് വേണമെണ്ണ. അവന്മാരെ നമ്മളെ ശത്രുക്കളല്ലേ. ചില സമയങ്ങളിൽ ശത്രുവിന്റെ ശത്രു നമ്മുടെ മിത്രമായിട്ട് വരുവാടാ. ആണോ? എന്നാ ശരി, വിളിക്കാം. സുല്ലേ, എടാ തങ്ങപ്പെടാടാ. സുല്ലു ബിജോണിനും ഇപ്പൊ വരും. നമ്മളിവിടെ നിൽക്കാൻ പറഞ്ഞ ശരിയായി കൊടുക്കാം. ശ്രീസുഗന്ധം എന്നോമലാളി നിന്നു നീ നൽകിയോ. പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പാട്ട് പാടുന്നത്. ഇരുവൃക്കകളും തകരാറിലായ ആ ചെറുപ്പക്കാരന്റെ പേര് സുകുക്കുട്ടൻ എന്നാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. അവനെ രക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈകോർക്കാം. എല്ലാവരും അകമഴിഞ്ഞ് പണം തരണം, സഹായിക്കണം.
അടിപൊളി. ഇനി ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ ഉടനെ തരണേ, ആശുപത്രി പോകാനുള്ളതാ. അതെ, ഇനി പൈസ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തരണേ. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാട്ടോ. ഒന്ന് പെട്ടെന്ന് തരണേ. നിങ്ങൾ എത്തിയല്ലേ? നീ എന്താണ് ഫോൺ എടുക്കാത്തേ? ഞാൻ രവിയേട്ടന്റെ മുട്ടക്കട ഇരിക്കുവായിരുന്നു അവിടെ എന്തോടാ? അണ്ണ നമ്മുടെ സിനിമാറ മമ്മൂട്ടി ഇല്ലയോ, പുള്ളിക്ക് ഇപ്പൊ സിനിമ ഒന്നുമില്ല. പാവം ഇപ്പൊ രവിയണ്ണന്റെ മുട്ടക്കടയില് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുവോ. ആരെങ്കിലും മൊബൈലിൽ കുത്തി പൈസ ഇടുമ്പോ അകത്തിരുന്നോണ്ട് പറയും നന്ദിയുണ്ട് നന്ദിയുണ്ട് എന്ന്. പാവം ചട്ടല്ലേ അണ്ണ. ഇങ്ങനൊരു മണ്ടായി. എന്നിട്ട് നീ മമ്മൂട്ടിയെ കണ്ടോ? ഞാൻ ഒത്തിരി നേരം അവിടെ ഇരുന്നണ്ണ, മമ്മൂട്ടിയെ കാണാൻ പറ്റിയില്ല. കുറച്ചുനേരം ഇവിടെ ഇരുന്നാ കാണായിരുന്നു. അപ്പോഴാ ഈ ബിജുവണ്ണം വന്ന് എന്നെ വിളിച്ചോണ്ട് വന്നത്. ഒരു മാറ്റവും ഇല്ലല്ലേ? തങ്കപ്പ ഇവന്റെ വൃക്കകൾ മാത്രമല്ല പോയത്, എന്റെ മൊത്തം സാധനങ്ങളും പോയി കിടക്കുക. വാ, കാര്യമുണ്ട്, വാ. സുകൂട്ടഞ്ഞു വാ, ഇങ്ങോട്ട് വാടാ. നിന്റെ ഏത് വൃക്കതാണ് കുഴപ്പം? ഒരു വൃക്കയ്ക്കും കുഴപ്പമില്ല. പൊട്ട അവിടെ വൃക്ക ഇവിടാടാ. ഇവിടാണോ? ബിജുവണ്ണ എന്റെ ഇവിടുത്തെ വൃക്കയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇവിടുത്തെ വൃക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. രമേശ മോനെ, സുഖാണോ? ബീച്ചേട്ടാ, എന്താ എല്ലാരും ഇവിടെ? ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. എവിടെയോ കണ്ടതുപോലെ ഒരു ഇച്ചിരി അത്യാവശ്യം. രമേശ, നിന്റെ അച്ഛന്റെ അസുഖം മാറിയോടാ? എവന്റെ അച്ഛൻ മരിച്ചിട്ട് 5-6 കൊല്ലമായില്ലേ? രമേശ, നീ നാരിയായിരുന്നു അറിയായിരുന്നു. ഇവന്മാരെ നീ കടത്തി വെട്ടി. ഇതാ നീ എന്ത് പോക്കൃത്തരവാടാ കാണിക്കുന്നത്? ഈ പാവപ്പെട്ടവന്റെ ഫോട്ടോ വെച്ചിട്ടാണോ പിരിവെടുക്കുന്നത്? എന്റെ പടം തങ്കപ്പേണ, എന്റെ പടം ചേട്ടന, എന്റെ പടം ചേട്ടാ. ഹായ്, എന്റെ പടം അടിപൊളി അടിപൊളി സൂപ്പർ. രമേശണ്ണ, ഇത് ഞായറത്തോടെ രമേശണ്ണ നല്ല രസമുണ്ട്. ദീനെ കാണിക്കായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി. രമേശ, നീ ആരെ പറ്റിച്ചാലും എന്റെ കാശ് തരണടാ. അടിക്കല്ല.